ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എക്സാമിനേഷൻ ഫിയറിനെ പറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രോപ്പറായിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമുക്കൊരു യാത്ര പോകണം, നമുക്ക് ട്രെയിൻ മിസ്സാവുന്ന സമയം വരെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയി എന്ത് പറ്റും, നമുക്ക് പിന്നെ ടെൻഷനായി, അയ്യോ ട്രെയിൻ പോകുമോ, ട്രെയിൻ കിട്ടുമോ എന്നുള്ള ടെൻഷനായി. പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ആ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ തന്നെ എന്ത് കാര്യത്തിലും എവിടെയൊക്കെ നമ്മൾ ലേറ്റ് ആണോ അവിടെയൊക്കെ നമുക്ക് തലവേദനയാണ്, നമ്മൾ ടെൻഷനാവും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാം ഇന്നൊരു സമയത്ത് നിങ്ങൾക്ക് എക്സാം വരുന്നുണ്ടെന്ന്, അത് പ്രീ പ്ലാൻഡ് ആയിട്ട് അതനുസരിച്ച് നിങ്ങൾ പോർഷൻസ് തീർത്ത് നിങ്ങൾ അതിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പലപ്പോഴും നമുക്ക് ഇപ്പം എക്സാം ഫിയർ വരാൻ കാരണം എന്തൊക്കെയാണ്, പോർഷൻസ് തീർക്കാൻ പറ്റുമോ. അപ്പം നമ്മൾ അതനുസരിച്ച് നേരത്തെ നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ പഠിക്കുക. പിന്നെ അടുത്ത നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റൻ എന്താണ്, ഞാൻ പഠിച്ചത് മറന്നു പോകും. ആ മറന്നു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് റിവൈസ് ചെയ്യണം. അവിടെ നമുക്ക് സമയമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു ചോദ്യം, ഞാൻ പഠിച്ച പോർഷൻസ് മാത്രമാണ് വരിക, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നാലോ. പഠിച്ച പോർഷൻസ് പറയാൻ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല സെലക്ട് ചെയ്ത് പഠിക്കാൻ. ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ സിലബസിൻ്റെ എല്ലാ പാർട്ടും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടാവണം. അത് ഇപ്പം എല്ലാവരും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറയുന്നില്ല, പക്ഷേ അവിടെ നിന്ന് ഏത് ചോദ്യം വന്നാലും അത് ആൻസർ ചെയ്യാൻ നമ്മൾ റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ അതനുസരിച്ച് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ എത്ര നമ്മൾ പഠിച്ചാലും നമുക്കൊരു ചിന്ത ഉണ്ടാവും, കുറച്ചുകൂടെ സമയം കിട്ടിയെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കായിരുന്നു എന്ന് വിചാരിക്കും. പല സ്റ്റുഡൻസ് എന്നോട് തന്നെ പറയാറുണ്ട്, അടുത്ത തവണ ഞാൻ നേരത്തെ ഡോക്ടർ പ്ലസ് എടുക്കും, ഇപ്പോൾ എടുത്തത് ഇച്ചിരി ലേറ്റ് ആയി പോയി എന്ന് പറയും. പക്ഷേ അടുത്ത തവണ അതേ സമയത്താണ് ഇവർ വരിക. കാരണം അത്രയും നാൾ നമ്മൾ ചിന്തിക്കും സമയമുണ്ടല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ എപ്പോൾ നമുക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എക്സാം എന്നും ആയിക്കോട്ടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെ നിങ്ങൾ അതിൻ്റെ പഠനത്തിൻ്റെ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ഇന്ന് തന്നെ നിങ്ങളോട് ഉറക്കുളച്ച് പഠിക്കാനൊന്നും ആരും പറയുന്നില്ല, ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. അപ്പം അത് നമുക്ക് കുറച്ചുകൂടെ റൂട്ട് ക്ലിയർ ആക്കും, കുറച്ചുകൂടി ഈസി ആയിട്ട് പോർഷൻസ് തീർക്കാൻ പറ്റും. കുറച്ചുകൂടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കും, നമുക്ക് ഈ പറയുന്ന ടെൻഷൻസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചാലും കുറേ പേർക്ക് ടെൻഷൻ ഉണ്ടാവും. അത് നമ്മൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ തന്നെ എടുക്കുക. കാരണം ടെൻഷൻ കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റുന്നില്ല. ഇപ്പോൾ 10th എക്സാമും +2 എക്സാമും ഒക്കെ പാസ്സായാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ എക്സാമും നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അപ്പോൾ ആ ഒരു ഹോപ്പ് കൈവിടാതെ പോസിറ്റീവായിട്ടിരിക്കുക. പക്ഷേ നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് അത് ടൈംലി ആയിട്ട് തന്നെ എടുക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൈമാണ്. ടൈം നമുക്ക് പോയാലും നമുക്ക് തിരിച്ച് കിട്ടില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.